അതിരടി എന്നൊരു സിനിമ വരികയാണ്. അതിരടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ സൺ ടി വിയിലൊക്കെ ഈ ഇടിപ്പടങ്ങളെക്കുറിച്ചൊക്കെ അനൗൺസ്മെൻറ്റ് വരുമല്ലോ. ഇன்று കാലൈ 4 മണിക്ക് പുത്തൻ പുതിയ തിരയിപ്പടം എന്നൊക്കെ പറഞ്ഞ് അതിരടി തിരയിപ്പടം എന്നൊക്കെ പറയുമ്പോൾ ഒരു കനത്ത ഇടിയുള്ള ആക്ഷനുള്ള എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ് ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എനിക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. എന്തായാലും അതിരടി എന്ന് പറയുന്ന ഈ സിനിമ മലയാള സിനിമയാണ്. പക്ഷേ വിവിധ ഭാഷകളിലായിട്ട് സിനിമ റിലീസാവുന്നുണ്ട്. അതിരടി ടീസറിന് സെർച്ച് ചെയ്യുമ്പോൾ വേറെയും ഭാഷകളിൽ ഇതിൻ്റെ ടീസർ നമുക്ക് കാണാൻ പറ്റും. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ ഇവർ 3 പേരുമാണ് ഇതിൻ്റെ പോസ്റ്ററിലുള്ളത്. ഇതിൻ്റെ സംവിധായകൻ അരുൺ അനിരുദ്ധൻ. ആ പേര് നമ്മൾ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ റൈറ്റേഴ്സിൽ ഒരാൾ അരുൺ അനിരുദ്ധനാണ്. അതുപോലെ തന്നെ പടയോട്ടം എന്ന് പറഞ്ഞ ബിജു മേനോൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. പഴയ പ്രേം നസീറിൻ്റെ ഒരു പടയോട്ടം ഉണ്ട്, അതല്ല ബിജു മേനോൻ്റെ ഒരു പടയോട്ടം. അതെനിക്ക് നല്ലോണം വർക്കായ സിനിമയാണ്. മിന്നൽ മുരളിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റൈറ്റേഴ്സിൽ ഒരാളാണ് അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്നത്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ, മിന്നൽ മുരളിയുടെ സംവിധായകൻ അഭിനയിക്കുന്ന സിനിമ, അതിലെ നായകൻ അഭിനയിക്കുന്ന സിനിമ, വിനീത് ശ്രീനിവാസൻ വരുന്നു. ആൻഡ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത് സാമുവൽ ഹെൻറിയാണ്. മ്യൂസിക് വിഷ്ണു വിജയ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ്. ഗംഭീര പാട്ടുകളാണ്. എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞും നമ്മൾ ഇനിയും കേൾക്കാൻ പോകുന്ന തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാക്കി തന്നിട്ടുള്ള സംവിധായകനാണ്, സംഗീത സംവിധായകനാണ്. ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന സിനിമ, പാട്ട് അതിനുള്ളത് പുള്ളിയുടെ കയ്യിലുണ്ട്. അടിമുടി ഇടിയായിട്ട് പറന്നു നടക്കുന്ന ഒരു പടമാണെങ്കിൽ അതും പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ്. അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. സംവിധായകനായ അരുൺ അനിരുദ്ധനും പോൾസൺ സ്കറിയയും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞ് കാട് കയറി പോകുന്നതിന് മുമ്പ് ആദ്യം ടീസർ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ ട്രാവലിലാണ്, അതുകൊണ്ട് ഈ സാധനം കയ്യിൽ വെക്കേണ്ടി വരും, ക്ഷമിക്കാം. 4K ഫുൾ വോളിയം, ഫുൾ ബ്രൈറ്റ്നസ്. പോലീസ് സ്റ്റേഷനോ കോടതിയോ ലൈബ്രറിയോ? ആരാത് ചെയ്തത്? ആ ചെക്കനാണോ? ആ ചെക്കനല്ലെങ്കിൽ പിന്നെ മറ്റേ ആളാണോ? അതോ അവർ ഒരുമിച്ചാണോ? ഒരുമിച്ചോ? അതൊക്കെ നിങ്ങൾക്ക്, എനിക്കതങ്ങനെയല്ല. അവർ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത 2 പാലതീർച്ചവന്മാരാണ്. ഒരുത്തം കാട്ടുതീയെങ്കിൽ മറ്റവൻ കൊടുങ്കാറ്റ്. ഇപ്പോഴത്തെ ഈ അടിക്ക് വേറെന്തോ കാരണമില്ലേ? കാട്ടുതീയും കൊടുങ്കാറ്റ്. ഇനി വേറെ സംസാരമില്ല. നീ തുടങ്ങണേ, ഞാൻ തീർക്കാം. അടിയൊക്കെ കുറെ കണ്ടല്ലേ? ഇത് വെറുപടിയല്ല. അതിരടി വാക്കൊക്കെ ഉണ്ടല്ലോ. കമൻചാക്കോ എഡിറ്റ് അബേ ഷൂട്ട് സ്റ്റാർട്ടിങ് സോൺ. എനിക്ക് ഇത്രയും ഷോ ഇവർ കാണിച്ചിട്ടുള്ളതെന്ന് വെച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സീരിയസ് പടമേ ആയിരിക്കില്ല. അടിമുടി കോമഡി ആയിരിക്കും. ഇവന്മാർ 2 പേരും, അതായത് ടൊവിനോ അവതരിപ്പിക്കുന്ന ക്യാരക്ടറായാലും ബേസിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണെങ്കിലും ചെന്നടി വാങ്ങിക്കുന്ന, പണികൾ ഉണ്ടാക്കി വെക്കുന്ന, വളരെ എക്സ്ട്രീം സ്വഭാവങ്ങളുള്ള 2 പേർ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഒരാൾ നാട്ടുമ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. മറ്റേ ആൾ കുറച്ചും കൂടി ഒരു ടൗണിലൊക്കെ ഉള്ളതുപോലെ, ചിലപ്പം ഈ ടൊവിനോ ഉള്ള ആ ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് വന്ന് ആ സ്വഭാവം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളായിരിക്കും ബേസിൽ എന്ന് പറയുന്നത്. ഇയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റേ ആളും കൂടി ഇടപെടുന്ന രീതിയിലോ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവർ 2 പേരും ശത്രുക്കളോ, ഒരാൾ നായകൻ വില്ലൻ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ട്രക്ചറോ എനിക്ക് തോന്നുന്നില്ല. കാരണം 2 പേരും വയലൻ്റ് ആണെന്ന് പറയുന്ന സാധനം പറയുന്നുണ്ടല്ലോ, പക്ഷേ ഇവർ 2 പേരെ കണ്ട് എനിക്ക് തിരികെ വരുള്ളൂ. അതാ പ്രശ്നം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവർ 2 പേരും തല്ലുകൊള്ളികളാണ്. ഒരാൾ നാട്ടിൻപുറത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, മറ്റേ ആൾ ടൗണിൽ വന്ന് അടി വാങ്ങിക്കുന്നു. ചിലപ്പോൾ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വഴിപിരിഞ്ഞു പോയ ആളുകളോ അങ്ങനെയൊക്കെ ആവുകയും ഒരാൾ മറ്റേ ആൾക്ക് വേണ്ടി അടി ഉണ്ടാക്കാൻ വരുന്നത് പോലെ അങ്ങനത്തെയൊക്കെ ഒരു ഫീലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമുണ്ട്. ഈ ഒരു ടൈറ്റിൽ ടീസറിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വിഷ്വലിയും അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സിനിമയുടെ വിഷ്വൽസ് അല്ല, ഷൂട്ടിംഗ് സ്റ്റാർട്ട് സൂൺ എന്നുള്ളതല്ലേ. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് പരിപാടി മാത്രമായിട്ടാണ് അവരിത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭയങ്കര രസമായിട്ടുണ്ട്. അത് വിനീത് ശ്രീനിവാസൻ കൂടി അതിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരിക്കും. എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസൻ ആയിരിക്കാം ഇതിലെ വില്ലൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ജയറാം, മുകേഷ്, ശ്രീനിവാസൻ
3 പേരുണ്ടാവും. അപ്പോൾ ഇതിൽ 2 കൂട്ടുകാർ 2 സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ഈ നടുക്ക് നിൽക്കുന്ന ആളാണ് ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുത്തുക എന്ന് പറയുന്ന പോലെ ഈ കൂട്ടത്തിലെ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കൂട്ടുകാരൻ ക്യാരക്ടറും ആവാം, അതുപോലെ ഇവരെ രണ്ടുപേരെയും തമ്മിൽ തല്ലിക്കുന്ന ഒരാളാവാം, അതല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ടാർഗറ്റ് ചെയ്യുന്നത് വിനീത് ശ്രീനിവാസനെ ആവാം. എന്തായാലും ഇയാൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അനന്ത് എസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ സ്ഥാപകനൊക്കെയാണ്. അതിലൂടെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്, ഒരു ഡോക്ടറാണ്, ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹവും ബേസിൽ ജോസഫും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേസിലാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നമ്മൾ തന്നെ പ്രൊഡ്യൂസർ ആകുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എവിടെയോ പറഞ്ഞു കേട്ടാ. ഇനി പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ലോഞ്ചിൻ്റെ സമയത്താണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ബേസിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓൾറെഡി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ ആകുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ഐഡിയ കാണുമ്പോൾ ഇത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പൈസ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസർ ആണെന്ന് പിന്നെ നമ്മളും ചെയ്യാം എന്ന് പറയുന്ന പോലെ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഇതിനകത്ത് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഓൾറെഡി അരുൺ അനിരുദ്ധൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ, അദ്ദേഹം റൈറ്ററായി പാർട്ടായിട്ടുള്ള സിനിമകളൊക്കെ എനിക്ക് വർക്കായിട്ടുള്ള സിനിമകളാണ്. അതിലൊക്കെ ഒരു ഡിഫറെൻറ്റ് എലമെൻറ്റ് നമുക്ക് കാണാനുണ്ട്, അതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ പടയോട്ടമാണെങ്കിലും ഒരു തല്ലുകഥയാണെങ്കിലും അതിന് ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഒരു ലൈഫുണ്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള. നമ്മളിപ്പോൾ അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഒരു 3-4 ഇതുപോലത്തെ ഇടിപ്പാടം എടുത്തു വെച്ചെങ്കിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. മാത്രമല്ല ഇപ്പോൾ ബിജു മേനോൻ്റെ അതിലെ ആ ഗുണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് അയാളെ അറ്റ് ടൈംസ് നമുക്ക് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും അയാൾ മാസമായിട്ട് അടി ഉണ്ടാക്കാൻ അറിയാവുന്ന ആളാണ്, നല്ല കിണ്ണൻ അടി അടിക്കുന്ന ആളാണെന്ന് പറയുന്ന ആ ഫീൽ അവിടെയുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഫുൾ മാസമായിട്ടുള്ള ഒരു ഹീറോനെ കോമഡിയുടെ രൂപത്തിൽ അവതരിപ്പിക്കാനും ഇവർക്കറിയാം, ഒരു സൂപ്പർ ഹീറോനെ പോലും കോമഡിയാക്കി അവതരിപ്പിക്കാനും ഇവർക്കറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, 2 കൾച്ചറൽ സംഭവങ്ങളൊക്കെ ചേരുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു എലമെൻറ്റ് ഉണ്ടാകും. അത് ഗംഭീരമായിട്ട് വർക്കാവും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ടൊവിനോയും ബേസിലൊക്കെ ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും വളരെ ഹാപ്പിയാണ്. അവർ ഒരുമിക്കുന്ന സിനിമകളും ഭയങ്കര രസമാണ്. എന്തായാലും രസമായിട്ട് വരട്ടെ. ഇവരെല്ലാവരും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഒക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ആളുകളാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ടീസർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ശരി.